എം.എ. ബേബി CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിക്കഴിഞ്ഞു. മധുരയിൽ നടക്കുന്ന 24-ാം പാർട്ടി കോൺഗ്രസിൽ എം.എ. ബേബി ജനറൽ സെക്രട്ടറി ആകുന്നതോടെ CPM-ൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ പുതിയ ഒരധ്യായം, പുതിയൊരു യുഗം ആരംഭിക്കുകയാണ്. സാക്ഷാൽ EMS-ന് ശേഷം ഒരു മലയാളി, മുഴുവൻ സമയം മലയാളി ജനറൽ സെക്രട്ടറി ആവുന്നത് ഇതാദ്യമായിട്ടാണ്. EMS-ൻ്റെ നിഴലായി, EMS-ൻ്റെ സന്തത സഹചാരിയായി ഡൽഹിയിലെത്തിയ ബേബി വളരെ കാലമായി PB അംഗമാണ്. PBയിലെ ഏറ്റവും സീനിയർ അംഗമായ എം.എ. ബേബിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് തന്നെയാണ്. ബേബിക്ക് പകരം വൃന്ദ കാരാട്ട് ജനറൽ സെക്രട്ടറി ആകണമെന്ന ആവശ്യം കേരളത്തിലെ ഒരു വിഭാഗം നേരത്തെ ഉന്നയിച്ചിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ കേരള ഘടകത്തിൽ നിന്ന് എം.എ. ബേബി തന്നെ ജനറൽ സെക്രട്ടറി ആവണം എന്ന ആവശ്യത്തിന് മുൻകൈ ലഭിക്കുകയായിരുന്നു. ബംഗാൾ ഘടകം ഇതിനെതിരെ രംഗത്ത് വന്നെങ്കിലും അവസാന ഘട്ടത്തിൽ അവരും ബേബിക്ക് അനുകൂലമായ തീരുമാനം എടുത്ത് ഒരു മത്സരം ഒഴിവാക്കിക്കൊണ്ടാണ് എം.എ. ബേബി ജനറൽ സെക്രട്ടറി ആവുന്നത്. ഒരർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ CPM-ൻ്റെ ചരിത്രത്തിൽ പുതിയ ഒരു കാലത്തിനാണ് ഇത് തുടക്കം കുറിക്കുന്നത്. 15 കൊല്ലത്തിലേറെ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയായും കഴിഞ്ഞ 9 കൊല്ലമായി മുഖ്യമന്ത്രിയായും അദ്ദേഹം അധികാരമേറ്റ ശേഷം സെക്രട്ടറി എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും CPM-ലെ അവസാന വാക്ക് പിണറായിയുടേതായിരുന്നു. അപ്പോൾ പിണറായിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളും സംസ്ഥാന സെക്രട്ടറിയോ ജനറൽ സെക്രട്ടറിയോ ഒന്നും ആകാത്ത തരത്തിൽ സ്വാധീനമുള്ള നേതാവായി പിണറായി മാറിക്കഴിഞ്ഞിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും അത് കഴിഞ്ഞ് M.V. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴും എല്ലാം തന്നെ അവസാന വാക്ക് മുഖ്യമന്ത്രി പിണറായിയുടേത് തന്നെയായിരുന്നു. അങ്ങനെ 4 നൂറ്റാണ്ടായി CPM-ൽ ആധിപത്യം പുലർത്തിയിരുന്ന പിണറായിയുടെ അവസാന വാക്ക് എന്ന ആ അധീശത്വത്തിന് അടിവരയിടുകയാണ് എം.എ. ബേബിയുടെ ജനറൽ സെക്രട്ടറി പദത്തിലേക്കുള്ള വരവ്. അതിസങ്കീർണമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ബേബി ജനറൽ സെക്രട്ടറി പദം ഏറ്റെടുക്കുന്നത്. കേരളത്തിലും ഇന്ത്യയിലും CPM നേരിടുന്നത്, ഇടതുപക്ഷം നേരിടുന്നത് കടുത്ത വെല്ലുവിളികളെയാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP ഫാസിസ്റ്റാണോ നവഫാസിസ്റ്റാണോ എന്നതിൽ പോലും വ്യക്തത വരുത്താതെ CPM നിൽക്കുകയാണ്. നവഫാസിസത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഭരണകൂടം മാത്രമാണ് മോദി സർക്കാരും BJP-യും എന്ന അഭിപ്രായത്തിലാണ് ഇപ്പോൾ CPM എത്തി നിൽക്കുന്നത്. അതേസമയം CPI പറയുന്നത് മോദി ഭരണകൂടം BJP തികഞ്ഞ ഫാസിസ്റ്റുകളാണ്. അങ്ങനെ ദേശീയ തലത്തിൽ മുഖ്യ ശത്രു BJP ആണെന്ന് പറയുമ്പോൾ തന്നെ BJP-യും BJP നേതൃത്വം നൽകുന്ന മോദി സർക്കാരും ഫാസിസ്റ്റുകളല്ല എന്ന് പറയുന്ന CPM ആ നിലപാടിന് ഒരു തിരുത്തൽ ഈ പാർട്ടി കോൺഗ്രസോടെ വരുമോ? 24-ാം പാർട്ടി കോൺഗ്രസിൽ അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എന്താണ്? അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുമായുള്ള CPM-ൻ്റെ ബന്ധം തുടരാൻ തന്നെയാണ് പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം. യെച്ചൂരി മുൻകൈയെടുത്ത് ആണ് ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകിയതും ഇന്ത്യ മുന്നണി BJP-ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരിച്ചത്. എന്നാൽ CPM കേരളത്തിലെടുത്ത നിലപാട് തികച്ചും വ്യത്യസ്തമാണ്. കാരണം വർഗശത്രുക്കളെ പോലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ഉം CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷവും നേർക്കുനേർ മത്സരിക്കുന്ന കേരളം. അപ്പോൾ കേരളത്തിൽ നിന്ന്
കേരളത്തിൽ നിന്ന് തന്നെ ജനറൽ സെക്രട്ടറി എത്തുമ്പോൾ എന്തായിരിക്കും നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വരാൻ പോകുന്ന ഒരു മാറ്റം? കടുത്ത ശത്രുക്കളായി ഏറ്റുമുട്ടുന്ന കോൺഗ്രസിനെയും UDFിനെയും കുറച്ചുകൂടി സമയയുക്തതയോടെ നേരിടാൻ CPMനും ഇടതുപക്ഷത്തിനും ദേശീയ തലത്തിൽ കഴിയുന്നതുപോലെ കേരളത്തിലും കഴിയുമോ? ഇതെല്ലാമാണ് രാഷ്ട്രീയമായി നേരിടുന്ന വെല്ലുവിളികൾ. മറ്റൊന്ന് മാസപ്പടി കേസാണ്. CMRL എക്സോലോജിക് കമ്പനികളുമായി നടത്തിയ ഇടപാടിനെക്കുറിച്ച് SFIO അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായിയുടെ മകൾ വീണ വിജയൻ പ്രതിയായിട്ടുള്ള CMRLന്റെ ഉടമ ഉൾപ്പെടെ പ്രതികളായിട്ടുള്ള ഈ കേസ് SFIOയുടെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതോടെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പണപരമായ ഇടപാടുകൾ, വിദേശ നാണയ ചട്ടമനുസരിച്ച്, വിനിമയ ചട്ടമനുസരിച്ച് ഉള്ള കേസുകൾ EDയും, ഇതിൽ നടന്നിരിക്കുന്ന അഴിമതി CBIയും അന്വേഷിക്കണമെന്ന ഒരു നിർദ്ദേശം SFIO വയ്ക്കും എന്നാണ് അറിയുന്നത്. പക്ഷേ ഇതിനിടയിൽ SFIOയുടെ അന്വേഷണം, തുടർ നടപടികൾ സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL കമ്പനി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതി നാളെ തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കും. നേരത്തെ തന്നെ ഈ കേസ് സ്റ്റേ ചെയ്യണമെന്ന CMRLന്റെ ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ എന്നാൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് CMRL. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിസ്ഥാനത്ത് എത്തിയ സ്ഥിതിക്ക് മുഖ്യമന്ത്രി രാജിവെക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അത് തൽക്കാലം ആവശ്യമില്ലെന്നും ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന നിലപാടിലാണ് PBയും കേന്ദ്ര കമ്മിറ്റിയും. ഇനിയുള്ള കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ച് PBയുമായി ആലോചിച്ച് നടപ്പാക്കും എന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ആരോപണ വിധേയനായപ്പോൾ, കേസിൽ പ്രതിയായപ്പോൾ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി രാജിവെച്ച് മാറി നിന്നിരുന്നു. ആ കീഴ്വഴക്കം എന്തുകൊണ്ട് വീണ വിജയൻ പ്രതിയായപ്പോൾ പിണറായി വിജയൻ സ്വീകരിക്കുന്നില്ല, മുഖ്യമന്ത്രി സ്വീകരിക്കുന്നില്ല എന്ന ഗുരുതരമായ ഒരു ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. അങ്ങനെ ദേശീയ തലത്തിൽ BJPയെ നേരിടാനുള്ള പുതിയ അടവ് നയങ്ങൾ, ഭരണം നഷ്ടപ്പെട്ടുപോയ ബംഗാളിലും ത്രിപുരയിലും തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ, കേരളത്തിൽ ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ഇടതുമുന്നണിയെ മോചിപ്പിക്കാനും മൂന്നാം ഊഴത്തിലും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചെടുക്കാനുമുള്ള ദൗത്യം. അങ്ങനെയുള്ള അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് MA ബേബി ജനറൽ സെക്രട്ടറിയായി ചുമതല ഏൽക്കുന്നത്.